ചേട്ടൻ്റെ പേര്? ഇവർ ഉപയോഗിച്ചെന്നാണ് അറിയപ്പെടുന്നത്. വീട്ടുപേര്? പുൽപ്പേര്. നമ്മുടെ ശരിക്കുള്ള പേര് ജെയിംസ് ആണ്. നാട്ടിൽ പൊതുവെ വിളിപ്പേരാണ് ബേബിച്ചെന്നുള്ള പേരിലാണ്. ജെയിംസ് പുൽപ്പേൽ. ഈ ഇടവയിലാണ്, നമ്മുടെ കൂപ്പിളിലാണോ ജനിച്ചു വളർന്നത്? പിന്നെ നമ്മുടെ മാംസം മുക്കിയത് ഇവിടെ കൂപ്പിളാണ് മാംസം മുക്കിയത്. കൂപ്പിളിലാണ് മാംസം മുങ്ങിയത്. 57 ജനുവരി 3-ാം തീയതിയാണ് കേട്ടോ. ആദ്യ കുർബാന എല്ലാം ഇവിടെ ഓർമ്മയുണ്ടോ? പിന്നെ അത് പുതിയ പള്ളിയിലായിരുന്നു? പഴയ പള്ളിയിലിരിക്കുമ്പോഴാണ്. പഴയ ഈ പിന്നെ ഓലമേഞ്ഞ പള്ളിയിലായിരുന്നു. പിന്നെ അവിടെ പാട്ടത്തിൽ ഏത്തലത്തിൻ്റെ കാലത്ത് ആ സമയത്താണ് ആദ്യ കുർബാന സ്വീകരിക്കുന്നതും. ആ സമയത്ത് ഞാൻ അൾത്താര ബാലനൊക്കെ ആയിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് പഴയ പള്ളിക്ക്. അത് കല്യാണം പുതിയ പള്ളി വെച്ചായിരുന്നു? കല്യാണം പുതിയ പള്ളിയാണ്. മംഗതാനത്തച്ഛൻ്റെ കാലത്ത് അച്ഛനാണല്ലോ പള്ളി പണിയിപ്പിക്കുന്നത്. അന്ന് ഈ പള്ളിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ഒത്തിരി ശ്രമദാനങ്ങളൊക്കെ അന്നത്തെ കാലത്ത് ചെയ്യുമായിരുന്നു. പുതിയ പള്ളിയുടെ പണികളൊക്കെ തുടങ്ങിയത് മംഗന്താനം അച്ഛൻ വന്ന പിന്നെയാണ്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ എങ്ങനെയായിരുന്നു? അന്ന് എൻ്റെ ഈ ഒത്തിരിയും വർക്കുകൾ ചെയ്ത മുഴുവൻ സീസൺ ട്രാവൽസിൽ ഫാക്ടറി വെച്ചായിരുന്നു. ഈ ഇരുമ്പിൻ്റെ കേട്ടർ പണിയും ഇപ്പോഴത്തെ നമ്മുടെ ആ ഗ്രില്ലിൻ്റെ ജനലിൻ്റെ പോലത്തെ ഗ്രില്ല് മുഴുവൻ തടിയുടെ ഒരു പണിയില്ല അതിനകത്ത്. മുഴുവൻ ഇരുമ്പിലുള്ള പണിയാണ്. അപ്പോൾ അച്ഛൻ പറയുന്ന അച്ഛൻ്റെ അവിടെ മണിപ്പുഴ ഇടവക്കാരല്ല അച്ഛൻ്റെ അവിടെ കൊണ്ട് പള്ളി തീ പിടിക്കണ്ടേ. അപ്പം ഇങ്ങനെ സ്റ്റീലിൻ്റെ ഇതാണ്, ഇരുമ്പാണെങ്കിൽ തീപിടുത്തം ഉണ്ടാകരുത് മഞ്ഞ പുള്ളി അന്ന് അങ്ങനെ ഇരുമ്പിൻ്റെ ഉണ്ട്. അങ്ങനെ ഗ്രില്ലുകൾ സംവിധാനങ്ങളും ഇതാണല്ലോ, ഇരുമ്പാണല്ലോ. അതിൻ്റെ ഫ്രണ്ട് ഡോറും പിന്നെ ഗ്രില്ലായിരുന്നു. ഈ നമ്മൾ ഷട്ടർ പോലെ അങ്ങോട്ട് തള്ളി മാറ്റാൻ അങ്ങോട്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് വെള്ളപ്പള്ളിയച്ഛൻ്റെ കാലത്താണ് അത് തടിയുടെ ഡോറ് പണിയുന്നത്. അപ്പം അവിടുന്ന് അവരുടെ ഫാക്ടറിയിലിട്ട് എല്ലാ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് അവിടെ ലോറി തന്നെ കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ അതിന് കല്ല് ചുമക്കാനും പള്ളിപണിക്കൊക്കെ ഒത്തിരി അന്നത്തെ കാലത്ത് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള അധ്വാനം. നമ്മൾ അന്നത്തെ ചെറുപ്രായമാണല്ലോ. അന്നത്തെ പഠിച്ചത് എവിടെയായിരുന്നു? ഇവിടെ 7ാം ക്ലാസ് വരെ കൂപ്പിളായിരുന്നു. ഒന്നാം ക്ലാസ് തൊട്ട് അന്ന് സ്കൂളുണ്ടായിരുന്നു. അന്നേരം സ്കൂളുണ്ടായിരുന്നു. അന്നത്തെ സ്കൂളിൻ്റെ എത്ര അങ്ങോട്ട് എന്നാലും നമ്മുടെ അങ്ങേറ്റത്തെ സ്കൂളൊക്കെ അങ്ങേറ്റത്തെ ഡിവിഷനാണ്. 1ാം ക്ലാസ് തൊട്ടുള്ള ഡിവിഷൻ അതൊക്കെ അത് തന്നെ ഉണ്ടായിരുന്നു അന്ന്. ഈ പള്ളി പണിക്ക് ഈ നാട്ടുകാരുടെയൊക്കെ സഹകരണമൊക്കെ എങ്ങനെയായിരുന്നു? വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. ഉള്ളവരൊക്കെ ആൾക്കാർ ആത്മാർത്ഥമായിട്ട് ഇന്നത്തെക്കാളും ആൾക്കാർക്കൊരു പള്ളിയോടൊരു സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പള്ളി ഇവിടെ വരണമെന്നുള്ള ആഗ്രഹമാണ്. അല്ലെങ്കിൽ ഇവിടുന്ന് കൂപ്പിളിക്കാരെ ഒന്നെങ്കിൽ പഴയവട്ടി പോകണം, അല്ലെങ്കിൽ ചിറക്കട ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് കൂപ്പിളി ഞാൻ വെളിയിലൊക്കെ പോയിട്ടില്ല. ഞാൻ ഈ കൂപ്പിളി തന്നെ നമ്മൾ പള്ളിപ്പൊക്കും സ്കൂളിൽ പഠിച്ചു എരുമല്ല പിന്നെ പഠിച്ചതൊക്കെ. ഈ കൂപ്പിള്ളി പള്ളി ഉണ്ടാകണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി ഇവിടുത്തെ ഇടവക ജനങ്ങൾ ഒന്നു ചേർന്ന് വളരെ ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കും. അവർ ഈ പള്ളിവാക്കാരുടെ നല്ലൊരു കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട്. അവർ ഒത്തിരി വർക്കുകളും കാര്യങ്ങളൊക്കെ. അതുപോലെ ഇപ്പം പറഞ്ഞു തുരുത്തിപ്പടവുകാരായിരുന്നു ഇതിൻ്റെ മണൽ മുഴുവൻ വാരി കൊണ്ടിരുന്നത്. അവിടെ എടുക്കുന്നത് തോട്ടിൽ നിന്ന് വാരി അച്ഛനും കൂടെ ചെന്ന് അച്ഛനും കൂടെ ചുമന്ന് ഒക്കെ വാരി എടുത്ത് തരുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൊച്ചുവീട്ടിൽ കൊച്ചേട്ടനൊക്കെ ആയിരുന്നു മണൽ വാരുന്നത്. അപ്പോൾ കൊണ്ടുവരുന്നത് ഈ സീസൺ ട്രാവൽസിൻ്റെ ലോറിക്കായിരുന്നു കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഇടവക്കാർക്ക് നല്ലൊരു അനുഭവമായിരുന്നു അന്നത്തെ, അല്ലേ? പിന്നെ അന്നത്തെ ഞങ്ങൾക്ക് വലിയ നാടകമൊക്കെ ആൽപ്പി തിയേറ്റേഴ്സിൻ്റെ ഒരു നാടകമൊക്കെ പള്ളി വെഞ്ചരിപ്പിനോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് അത് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. വാളണ്ടിയേഴ്സ് ആയിരുന്നു. കൂതാശയൊക്കെ ഓർമ്മയുണ്ടോ? പള്ളിയുടെ കൂതാശയൊക്കെ ഓർക്കുന്നുണ്ട്. പക്ഷേ നാടകത്തിനൊക്കെ ഞങ്ങൾ വാളണ്ടിയേഴ്സ് ആയിരുന്നു. നാടകം വന്ന് ഇപ്പം ഏതാ പിതാവ് വന്ന് ഏത് പിതാവ് വന്ന് കാവുകെട്ട് പിതാവാണ് കറക്റ്റ് എത്രയും കണ്ടും. എന്നാലും വളരെ ആഘോഷമായിട്ടായിരുന്നു കൂതാശയൊക്കെ നല്ല ഇതായിരുന്നു. നല്ല ആഘോഷമായിട്ട് പരിപാടിയൊക്കെ. അന്ന് ഈ പിന്നെ അന്നത്തെ സൗകര്യങ്ങളൊക്കെ എവിടെയായിരുന്നു? കോപ്പള്ളിക്ക് ഇത്ര സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അന്ന് ചെറിയ ചെറിയ കടകൾ അന്നത്തെ കാലത്ത്. പിന്നെ എൻ്റെയൊക്കെ ഓർമ്മയില്ല കൊല്ലംപറമ്പിൽ കുഞ്ഞുസാറിൻ്റെ ഒക്കെ ഫാദറിൻ്റെ കട, പലചരക്കട, അതും വലിയൊരു കടയായിരുന്നു. ഇപ്പോൾ അത് ഒരുപാട് ആൾക്കാരെല്ലാം അവിടെ നിന്നായിരുന്നു സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ചെറിയ ചെറിയ വേറെ കടകളുണ്ടായിരുന്നു. പിന്നെ റോഡൊന്നും ഇതുപോലെ വികസിതമല്ലായിരുന്നു. എല്ലാം മണ്ണ് റോഡും ഒക്കെ ആയിരുന്നു. ഇത്രയും വീതി സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആൾക്കാരെല്ലാം ഇന്നത്തെ പോലെ വണ്ടിയും വെള്ളമൊന്നും ഇല്ലല്ലോ, എല്ലാം നടന്നും. ഞങ്ങളൊക്കെ രാവിലത്തെ വെളുപ്പിന് പള്ളിക്ക് നടന്നല്ലേ വന്നിട്ട്. മഴക്കാലമായാലും ഏത് കാലത്തായാലും അങ്ങനെ
ഏതായാലും നമ്മുടെ കൂവപ്പള്ളി ഇടവക സ്ഥാപിതമായി ഒരു പള്ളി വന്നു. അതിനുശേഷമാണ് ഈ കൂവപ്പള്ളിയുടെ ഗ്രാമപ്രദേശത്ത് ഇത്രമാത്രം ഒരു വികസനം ഉണ്ടായത്. പള്ളിക്ക് ചുറ്റും കൂവപ്പള്ളി എന്നൊരു പ്രദേശം വികസിച്ച് വന്നത് ഈ പള്ളി വന്നതോടുകൂടിയാണ്. പള്ളിയായി, മഠമായി, പിന്നെ സ്കൂളോട് വന്നു. ഇപ്പം പിന്നെ കൂവപ്പള്ളി ഒരു ചെറിയ ടൗൺ എന്ന് പറയാൻ തന്നെ പറയാം. ഇപ്പം എല്ലാ സൗകര്യങ്ങളും ആയല്ലോ. എഞ്ചിനീയറിംഗ് കോളേജായി, നമുക്ക് വില്ലേജ് ഓഫീസായി, രജിസ്റ്റർ ഓഫീസായി, അപ്പം പാരിഷ് ഹാൾ പണിതു. അപ്പം നല്ലൊരു വികസനം കൂവപ്പള്ളിക്ക് കുറെ കൂടെയൊക്കെ വികസിക്കാമായിരുന്നു. അന്നത്തെ അനുഭവങ്ങളൊക്കെ വെച്ച് ഇന്ന് അത്രമാത്രം ഒരു സ്നേഹവും തീഷ്ണതയൊക്കെ ഇന്നുണ്ടോ? എനിക്ക് തോന്നുന്നേ അന്നത്തെ ആ ഒരു അടുപ്പമൊന്നും ഇന്നത്തെ ആൾക്കാർക്ക് പള്ളിയോടോ അല്ല അങ്ങനെയുള്ളതായിട്ട് തോന്നുന്നില്ല. എന്തോ ഒരു നിസ്സംഗത ആൾക്കാർക്കുണ്ട്. നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ഗുരുകളൊക്കെ ചോദിക്കുന്നുകൊണ്ടാണെന്നും ഒരു സംശയമുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിമാർ മുട്ടയായിട്ടും കോഴിയായിട്ടും അങ്ങനെയൊക്കെ പള്ളിയെ കൊണ്ട് കൊടുക്കുകയും അതുപോലെ ശാരീരികമായിട്ട് അധ്വാനിക്കും അതുപോലെ തയ്യാറായി. അതൊക്കെ ഇറങ്ങുന്നുണ്ട്. അരിയൊക്കെ കൊടുക്കുമായിരുന്നു പള്ളിക്ക്. അങ്ങനെയൊക്കെ ഒരു ഓർമ്മയുണ്ട്. മറ്റുള്ള പണികൾ പള്ളിയുടെ മറ്റ് കാര്യങ്ങൾക്കെല്ലാം സഹകരിക്കുകയും അന്നൊക്കെ എനിക്ക് തോന്നുന്നത് ഈ സ്ഥലമുണ്ട്. തോട്ടങ്ങളൊക്കെ പിന്നീടാണ് വന്ന്. അന്നത്തെ കാലത്ത് ഈ പള്ളിയുടെ സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹൈസ്കൂളിൻ്റെ സ്ഥലവും പിന്നെ തെങ്ങും തോട്ടമൊക്കെ അത് കഴിഞ്ഞാണല്ലോ കിട്ടുന്നത്. അന്ന് എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ ഈ പള്ളി പണിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉള്ള ഓർമ്മകൾ? പള്ളി അത്രയും അങ്ങോട്ട് നമ്മൾ ഇത്ര കാലം ഒക്കെ ആയില്ലേ. പിന്നെ നമ്മൾ നാട് വിട്ട് കുറെ പല ഡൽഹിയിലൊക്കെ ആയിരുന്നാലും അത്രയും. അപ്പോൾ ഏതായാലും നമ്മുടെ കൂവപ്പള്ളി ഇടവക സ്ഥാപിതമായിട്ട് 75 വർഷമായി അതിൻ്റെ ജൂബിലി നമ്മൾ ആഘോഷിക്കുകയാണ് ഡിസംബർ 29-ാം തീയതി. വിലയേറിയ അനുഭവങ്ങൾ, അന്നത്തെ കാലത്തെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചതിന് വളരെ നന്ദി. താങ്ക് യു.